നോമിനേഷൻ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. നോമിനേഷനിൽ ആദ്യം വന്ന് സംസാരിച്ചത് അനീഷ. അനീഷ് പറഞ്ഞ ചില പോയിന്റ്സ് ഉണ്ട്. അതായത് അനീഷ് നോമിനേറ്റ് ചെയ്ത വ്യക്തികളാണ് രസം എന്ന് പറയുന്നത്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അനീഷ്, അതോടൊപ്പം തന്നെ ബിന്നി. പക്ഷെ പോയിന്റ്സുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഷാനവാസിൻ അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ബിന്നിയോട് ചെയ്ത കാര്യങ്ങൾ, അതായത് ജയിലിൽ വെച്ച് ആവശ്യമില്ലാതെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞതും അതും ഇതും മറ്റതും മറിച്ചതും, പിന്നെ ഇവിടെ കാണിക്കുന്ന ചില ഷോ ഓഫും, അതോടൊപ്പം തന്നെ സീരിയൽ എന്നുള്ള രീതിയിൽ ഇവിടെയും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് ഷാനവാസ് മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷിക്കാത്ത നോമിനേഷൻ എന്തായാലും അനീഷ് അവിടെ ചെയ്തു. പിന്നെ ബിന്നി നേരെ ബിന്നിയിലേക്ക് പോയി. ബിന്നിയിലേക്ക് വന്നപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ബിന്നി ഒരു ഡോക്ടറാണ്, എന്നിട്ട് പോലും ഒരാൾക്ക് മൂത്രശങ്ക വന്നപ്പോഴത്തേക്കും അയാളെ പുറത്തിറക്കാതെ അവിടെ ഇട്ട് അടച്ചിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ബിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്കും ഷാനവാസ് കൈയടിച്ചു എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ് അവിടെ അനീഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും നോമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അനീഷ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഷാനവാസും വന്നിട്ടുണ്ട്, ലക്ഷ്മിയുടെ പേരും അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അനീഷും ഷാനവാസും 2 വോട്ടുകൾ കൂടുതലായിട്ട് ഇപ്പൊ നോമിനേഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. 2 വോട്ടുകൾ കൂടുതലായിട്ട് അനുമോളും വന്നിരിക്കുകയാണ്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാകാം. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.